നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയ ഡോക്ടർ ഹാരിസ് കേരള കഫീൽ ഖാൻ ആകുകയാണ്. 63 ശിശുക്കൾ ആശുപത്രിയിൽ ഇരിക്കെ പ്രാണവായു കിട്ടാതെ മരിക്കാനിടയായ സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ പ്രതികരിച്ചതിന് ഭരണകൂടം ജയിലിലടച്ച ഡോക്ടർ കഫീൽ ഖാനെ ആരും മറന്നിരിക്കാനിടയില്ല. ആ കഫീൽ ഖാനെ മാലയിട്ടും പൂച്ചെണ്ട് നൽകിയും ആനയിച്ചുകൊണ്ട് നടന്നവർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഡോക്ടർ ഹാരിസ് സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നിൽ ഉന്നത ഗൂഢാലോചന നടന്നതായി സംശയിക്കാൻ ഈ ഒരൊറ്റ ഭാഗം കണ്ടാൽ മതി. അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്, അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കമ്മിറ്റി has inquired about the tissue mass. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസിലേറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund which was allegedly missing from the department. HOD has agreed it is partly missing and however it is not a machine constantly used. സിസ്റ്റത്തിലെ പോരായ്മകൾ എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ സമ്മതിച്ച മെഡിക്കൽ കോളേജിലെ വീഴ്ചകളിൽ അതേ സിസ്റ്റത്തെ ഉപകരണമാക്കി ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ശ്രീ സുരേഷ് കുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജിൻഡോ ജോൺ, സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ സുരേഷ് കുമാർ, ഈ ഡോക്ടർ ഹാരിസ് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് പറഞ്ഞല്ലോ. അത് പറയാനിടയായ സാഹചര്യം ഹാരിസ് വിശദീകരിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ അന്ന് കണ്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഹാരിസ് ഒരു സത്യസന്ധനായ ഡോക്ടറാണെന്നും മനസാക്ഷിയുള്ള ആളാണെന്നും ഒക്കെ സമൂഹത്തോട് പറഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഒരു തിരുത്തൽ വേണ്ടി വന്നു, ഹാരിസ് നടത്തിയത് വലിയൊരു അപരാധമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കാൻ. അതിനുശേഷം പിന്നെ നടന്ന അന്വേഷണങ്ങളും പരിശോധനകളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ ഹാരിസ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിയ അവിടുത്തെ വീഴ്ചകൾ സംബന്ധിച്ച്, അവിടുത്തെ ദുരവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായിരുന്നില്ല, ഹാരിസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ചകൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. ഇപ്പോൾ എന്താണ് അവസാനം നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഈ കാണാതായ ഉപകരണം അത് ഹാരിസ് മാറ്റിവെച്ചിരുന്നു എന്നാണോ? അതല്ല, ഈ ഉപകരണം കയ്യിലുണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് അത് പുറത്തേക്കെടുക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാണോ? അതല്ല, ഈ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയും ഉണ്ടാക്കാൻ ആരോഗ്യ വകുപ്പിനോ ഇപ്പോൾ നടത്തിയ വിദഗ്ധ സംഘത്തിൻ്റെ അന്വേഷണത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നാണോ? എന്താണ് ശ്രീ സുരേഷ് കുമാർ നിങ്ങളുടെ ഒടുവിലത്തെ വിലയിരുത്തൽ? അല്ല, തുടക്കത്തിൽ തന്നെ ഇൻട്രോയിൽ ബഹുമാനപ്പെട്ട അങ്ങ് പരാമർശിച്ചത് UP-യിൽ ഡോക്ടർ കഫീൽ ഖാനുമായി താരതമ്യപ്പെടുത്തിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസിനെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ സംഭവങ്ങളെ ഉപമിച്ചത്. അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 65 കുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് സർക്കാർ നടത്തിയിട്ടുള്ള ദുഷ്ടലാക്കോടുകൂടി നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ പ്രതികാര നടപടികളുമായി താരതമ്യപ്പെടുത്തിയത് തെറ്റാണ്. ഇവിടെ 1960-ലെ സർവീസ് ചട്ട ലംഘനം അത് പ്രാഥമികമായി നടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം ചോദിക്കാൻ വേണ്ടി ഈ നിയുക്തമായിട്ടുള്ള കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളുമുണ്ട്. ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളുടെ അഭാവം, അവ ഇല്ലാത്തതിനാൽ ചികിത്സ മുടങ്ങി എന്നൊക്കെ ഉള്ള നിലയിൽ അന്ന് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു പാനൽ, ബഹുമാനപ്പെട്ട വളരെ സത്യസന്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ഒരു പാനലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ, ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും അവയെ സംബന്ധിച്ച് ഒന്നൊന്നായി പരിശോധിക്കാനും തിരുത്തലുകൾ വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഘടകം മാത്രമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ. താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മറുപടി പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഒടുവിലത്തെ വിലയിരുത്തൽ എന്താണ്?
അല്ല, അതിലേക്കാണ് ഞാൻ ആ വിലയിരുത്തൽ നടത്തേണ്ടത്. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളുണ്ട് എങ്കിൽ, അതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവിടെ പ്രോബ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അന്വേഷണത്തിൽ അത് വെളിവാകുന്നത് അങ്ങനെ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. ആ യൂണിറ്റിൽ പ്രോബിൻ്റെ കുറവുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം തൊട്ടടുത്ത യൂണിറ്റിൽ പ്രോബ് മെഷീൻ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് ആ യൂണിറ്റിലേക്ക് തൻ്റെ ശസ്ത്രക്രിയ മാറ്റാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രോബ് ശസ്ത്രക്രിയ നടത്താൻ ഉപകരണമില്ല എന്ന പ്രശ്നം അദ്ദേഹം ഉയർത്താവുന്ന ഇടങ്ങളിലൊക്കെ അദ്ദേഹം ഈ പ്രശ്നം ഉന്നയിച്ചതാണ്. പരിഹാരമുണ്ടായില്ല. അവിടെ അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ഡോക്ടർമാർ നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് അദ്ദേഹം എത്രയോ തവണ അദ്ദേഹത്തിന് ആരോടൊക്കെയാണോ പരാതിപ്പെടേണ്ടത് അവരോടൊക്കെ പരാതിപ്പെട്ടതാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. പക്ഷേ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ അന്വേഷണ നടപടികൾ കണ്ടാൽ തോന്നുക, മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം എങ്ങനെയോ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്ന് വകുപ്പിൽ നിന്ന് കാണാതായി. അതിനെപ്പറ്റിയുള്ള വലിയ അന്വേഷണങ്ങളും പരിശോധനകളും സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ മോഴ്സിലോസ്കോപ്പ് വാങ്ങിയതിൻ്റെ ഒരു ബില്ല് ഈ അവധിയിൽ പോയിരിക്കുന്ന ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നാണ്. ഇന്ന് വാർത്താ സമ്മേളനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും അതുപോലെ സൂപ്രണ്ടും നടത്തുമ്പോൾ സൂപ്രണ്ടിന് വന്നൊരു കോൾ പറയുന്നു ആ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ. അപ്പോൾ അദ്ദേഹം അനുസരണയുള്ള ഒരാളെ പോലെ പറഞ്ഞു ശരി സർ എന്ന് പറയുന്നു. ആരാണ് ശ്രീ സുരേഷ് കുമാർ ആ ഫോണിൽ ഉണ്ടായിരുന്നത്? താങ്കൾക്കറിയാമോ ആരാണെന്ന്? ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതാരാണെന്ന്. താങ്കൾ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യാം. 2024 മെയ് സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹം 2 തവണ പ്രോബ് മെഷീൻ്റെ കുറവിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ തന്നെ പ്രോബ് മെഷീൻ ലഭ്യമാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ക്ഷാമം ഉള്ളതായി അറിയിച്ചു. അപ്പോൾ തന്നെ പ്രോബ് മെഷീൻ ഏർപ്പെടുകയുണ്ടായി. ഇവിടെ മാർച്ചിലാണ് ഒരു ചെറിയ പ്രശ്നം വന്നത്. മാർച്ചിൽ പ്രോബിന് വില വർധനവുണ്ടായി. സ്വാഭാവികമായും ആ HDCയുടെ ചെയർപേഴ്സണായിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ വർദ്ധിച്ച വിലയിൽ പ്രോബ് വാങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടൊരു ചെറിയ കാലതാമസം നേരിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അത് ഏതാനും ദിവസങ്ങളുടെ കാലതാമസമാണ്. അത് അടുത്ത മാസം HDC അതിൻ്റെ ഉന്നതാധികാര സമിതി കൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ അനുമതി കൊടുത്തതോടുകൂടി ഈ മെഷീൻ ക്ഷാമം എന്നേക്കുമായി ഇല്ലാതായി. ഇതിനകത്ത് 1960 സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞു എന്നുള്ളത് തീർച്ചയായും സ്വന്തം വകുപ്പിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാത്ത ഒരു ആരോഗ്യമന്ത്രിയാണോ കേരളത്തിനുള്ളത്? സിസ്റ്റത്തിന്റെ തകരാർ എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞത്. കേൾക്കണോ താങ്കൾക്ക് അന്ന് പറഞ്ഞ കാര്യങ്ങൾ? അല്ലല്ല, അത് കേൾക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായും ഇത്തരത്തിൽ ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വിട്ടുകിട്ടുന്ന ആശുപത്രികളിലെ മരുന്നും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അറിവുണ്ടാകും. എന്നാലും ചെറിയ ക്ഷാമം ഉണ്ടാകും, എന്തെങ്കിലും ചെറിയ കുറവുണ്ടാകുമ്പോൾ ആ കുറവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഡോക്ടർ ഹാരിസ് നടത്തിയ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന കുറ്റം എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പിഴവെന്താണ്? ഈ കാര്യങ്ങളൊക്കെ പുറത്ത് തുറന്നു പറഞ്ഞതോ? നിസ്സഹായത ഒരു ഡോക്ടർ തുറന്ന് അവതരിപ്പിച്ചു, സർവീസ് ചട്ടങ്ങളുടെ ലംഘനം എന്നതാണോ പ്രശ്നം? അതോ മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ആർക്കും ഉപയോഗിക്കാൻ അറിയില്ല എന്ന് ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്ന അതിലെ ഒരു ഘടകം ഇനിയും കിട്ടാനുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച ആ ഉപകരണം കാണാതായതിൽ കള്ളനാക്കപ്പെടുന്നു എന്നതാണോ? ഏതാണ് അദ്ദേഹത്തിന് മേലുള്ള കുറ്റം? അല്ല, ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോൾ പ്രോബിനെ സംബന്ധിച്ചുള്ള കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി പർവ്വതീകരിക്കപ്പെട്ട ക്ഷാമമാണ് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വീണ്ടും കാര്യങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഈ കാണാതെ പോയി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ MP അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വാങ്ങി നൽകിയ മെഷീൻ അത് കാണാനില്ല എന്നുള്ള നിലയിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ ഹാരിസ് തന്നെയാണ്. അത് കഴിഞ്ഞ് അതിനെ സംബന്ധിച്ച് ആ മെഷീനല്ല കാണാതായത്, മറ്റൊരു മെഷീനാണെന്നുള്ള നിലയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ വാദഗതികളൊക്കെ വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പരിശോധിക്കാനും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനും ചുമതലപ്പെട്ട ആളുകളുണ്ട്. തീർച്ചയായും ആരെയും കള്ളനാക്കാൻ വേണ്ടി കഴിയില്ല. ഒരു തെറ്റും ചെയ്യാത്ത ആളിന് അങ്ങനെ ഒരു നിരപരാധിയെ ക്രൂശിക്കാൻ വേണ്ടി മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞത്? ഹാരിസിന്റെ മുറിയിൽ 2 തവണ പരിശോധന നടത്തി. താങ്കൾ കേട്ടതല്ലേ? അതിൽ ഉപകരണവും ബില്ലും കണ്ടെത്തി. അത് വേറൊരു ഉപകരണം ഈ മോഴ്സിലോസ്കോപ്പിന്റെ ബില്ല് കണ്ടെത്തി. ഇതിൽ അസ്വാഭാവികതയുണ്ട്.
സർക്കാരിന് റിപ്പോർട്ട് നൽകും. അദ്ദേഹത്തിൻ്റെ മുറിയിൽ മറ്റൊരാൾ കയറിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂപ്രണ്ടിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അദ്ദേഹം സർ എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാം കേട്ടിട്ട് പറയുന്നു ആ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ. നിങ്ങൾ ഈ അന്വേഷണം പൂർത്തിയായോ ശ്രീ സുരേഷ് കുമാർ? അന്വേഷണമൊക്കെ പൂർത്തിയായിട്ടാണോ വാർത്താ സമ്മേളനം നടത്തിയത്? ഹാരിസിനോട് ഈ വിദഗ്ധ സമിതി അന്വേഷിച്ചോ എന്താണ് ആ ബില്ല്, എങ്ങനെ ആ ബില്ല് അവിടെ വന്നുവെന്ന്? അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിച്ച സമയത്ത് അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്താതെ ഡോക്ടർ ഹാരിസിനെ മാത്രം സംശയനിഴലിൽ നിർത്തി ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് അവതരിപ്പിച്ചത് എന്തുദ്ദേശത്തോടു കൂടിയാണ് ശ്രീ സുരേഷ് കുമാർ? അല്ല, പ്രാഥമികമായി ഇത്തരത്തിലൊരു മെഷീൻ അവിടെ നിന്നും കാണാനില്ല എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം തന്നെ ഈ കമ്മീഷന് മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് 24 അപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് 24 ന്യൂസ് അടക്കം നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ വിശദാംശങ്ങളിലൂടെയാണ് ആ മെഷീനല്ല മറ്റൊരു മെഷീനാണെന്നും അതല്ല അത് റിപ്പയർ ചെയ്യാൻ കൊടുത്തതിൽ വന്ന ബില്ലും മറ്റു കാര്യങ്ങളുമാണ് എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്. അത് വന്നെങ്കിൽ മാത്രമേ മെഷീനാണ് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും പ്രിൻസിപ്പലും DMOയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെടുത്ത നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമുണ്ടല്ലോ, ആ ഉപകരണം കേടുവന്ന് ഉപയോഗിക്കാൻ കഴിയാതെ ആ കേടുപാടുകൾ പരിഹരിക്കാൻ എറണാകുളത്തേക്ക് അയക്കുകയും അതിന് 2 ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്ന് കമ്പനി അറിയിക്കുകയും ഇത്രയും പണം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അത് തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടതും അതിലൊരു ഉപകരണമാണ് ഇതിനകത്ത് കിടക്കുന്നതെന്നും ഇന്ന് ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒരു സാമാന്യമായി എന്താണ് ഈ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം അവിടെ വരാൻ കാരണം എന്ന് അന്വേഷിക്കുക എന്നത് അതിൻ്റെ ഏറ്റവും സാമാന്യമായ മര്യാദകളിൽ പെടുന്ന ഒന്നല്ലേ? അന്വേഷിച്ചോ ഈ വിദഗ്ധ സംഘം വാർത്താ സമ്മേളനം നടത്തി ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ മെനക്കെടുന്നതിന് മുൻപ്? അല്ല, അതിനു മുൻപ് അദ്ദേഹം തന്നെ അവിടെ ഒരു മെഷീൻ കാണാനില്ല എന്ന് ഈ കമ്മീഷന് മുമ്പാകെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിലെ വസ്തുതയാണ് നാം ആദ്യം അന്വേഷിക്കേണ്ടത്. അങ്ങനെയുണ്ട് എങ്കിൽ രണ്ടാളുകൾക്കും എനിക്ക് തോന്നുന്നു ആദ്യം പിഴവ് പറ്റിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസിനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു മെഷീൻ കാണാതായി. പിന്നീടാണ് അതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണാതായി എന്ന് പറയുന്ന മെഷീനല്ല മറ്റൊരു മെഷീൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത് നന്നാക്കാൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് ആ വാർത്താ സമ്മേളനത്തിനകത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും സൂപ്രണ്ടും പറഞ്ഞതുപോലെ തുടരന്വേഷണം നടന്നു വരികയാണ്. ഏകദേശം 107ഓളം CCTV ഉണ്ട്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് വ്യക്തത വരുന്നതിന് മുൻപേ ഒരു അന്വേഷണ സംഘം വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിന് തൊട്ടു പിന്നാലെ സൂപ്രണ്ടിന് കോൾ വന്നിട്ട് ആ റിപ്പോർട്ട് മുഴുവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു കൊടുക്കൂ എന്ന് നിർദ്ദേശിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായും അവിടെ വന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനനുസരിച്ചായിരിക്കാം അവർ ഈ റിപ്പോർട്ട് വായിച്ചു കൊടുക്കാനും ആ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതും. അതിനകത്ത് മറ്റാരുടെയെങ്കിലും ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിഗമനങ്ങളാണ്. നമ്മുടെ നിഗമനങ്ങൾ അതെല്ലാം യാഥാർത്ഥ്യമായി തീരണമെന്നില്ല. അവിടെ സംഭവിച്ചത് നമ്മുടെ നിഗമനങ്ങളാണ് എന്ന് താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ ശ്രീ സുരേഷ് കുമാർ. ഇപ്പോൾ താങ്കൾ നേരിട്ട് ഞാനാണോ ഇതിനൊക്കെ ഉത്തരവാദിത്വം താങ്കൾ ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഒറ്റ കാര്യം, താങ്കൾക്കറിയുമോ ആരാണ് ആ സമയത്ത് അവരെ ഫോണിൽ വിളിച്ചത്? അതായത് ഒരു അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ റിപ്പോർട്ട് കൂടി വായിക്കൂ എന്നൊരു നിർദ്ദേശ രൂപേണ ഫോണിൽ വന്ന ആ സന്ദേശം എവിടെ നിന്ന്, ആരുടെ എന്ന് താങ്കൾക്കറിയാമോ? അല്ല, നിങ്ങൾ സംശയിക്കുന്ന നിലയിൽ ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ഭരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോ ആണ് എങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചല്ലേ ആ വാർത്താ സമ്മേളനത്തിൽ ഒരു ഭാഗം വിശദീകരിക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടേണ്ടത്. വളരെ വിപുലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ മോശമാണ്, ഇതാകെ ഈ സിസ്റ്റം ആകെ തകരാറിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ്.
തീർച്ചയായും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രോബുമായി ബന്ധപ്പെട്ട് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ പ്രോബിന് നേരിയ ക്ഷാമം ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞ സന്ദർഭങ്ങളിൽ, മാർച്ച് മാസത്തിൽ പറഞ്ഞ സന്ദർഭത്തിൽ ആ ആഴ്ചയിൽ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടം ബഹുമാനപ്പെട്ട HDCയുടെ ചെയർപേഴ്സണായിട്ടുള്ള ബഹുമാനപ്പെട്ട കളക്ടറടക്കം കമ്മിറ്റി കൂടിക്കൊണ്ട് മാറിയ വിലയിൽ വാങ്ങണമെങ്കിൽ അവിടുത്തെ ആശുപത്രി അധികാരികൾക്ക് അത് നടക്കില്ല. HDC ചെയർപേഴ്സൻ്റെ അനുമതി, ബഹുമാനപ്പെട്ട ആ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങാൻ വേണ്ടി കഴിയുള്ളൂ. ആ സമയത്തുണ്ടായ ഒരു താമസത്തെ ആയിരിക്കാം ബഹുമാനപ്പെട്ട മന്ത്രി വിശേഷിപ്പിച്ചത്. അതെന്താണെന്ന് അടുത്ത റൗണ്ടിൽ താങ്കൾക്ക് കുറെ കൂടി കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാകും. പക്ഷെ ഒരു ഒറ്റ കാര്യം ഞാൻ അടുത്ത അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ സുരേഷ് കുമാർ താങ്കളോട് പറയട്ടെ. താങ്കൾ പറഞ്ഞു ഭരണതലത്തിൽ നിന്ന്, നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ ഭരണതലത്തിൽ നിന്ന് ആരെങ്കിലുമാണ് ആ ഫോണിലൂടെ സംസാരിച്ചതെങ്കിൽ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടി പറയൂ എന്നല്ലേ നിർദ്ദേശിക്കുമെന്ന്. അങ്ങനെയാണ് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നതെങ്കിൽ ഒന്ന് കരുതിയിരിക്കണം ശ്രീ സുരേഷ് കുമാർ, ആരോടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വിധേയത്വം എന്നത്. സർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറയുന്നത് അതേപോലെ ആവർത്തിക്കാൻ ഈ പ്രിൻസിപ്പളിന് നിർദ്ദേശം കൊടുക്കുന്ന സൂപ്രണ്ടിന്റെ ഫോൺ കോളിൽ ആ ചെവിയിൽ മന്ത്രിച്ചത് ആരാണ് എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ ജിൻഡോ ജോൺ, ഇത് അഭിസംബോധന ചെയ്യുന്നതോടുകൂടി നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളെയാണ് വിളിച്ചത് എന്ന നിഗമനത്തിൽ നമ്മൾ എല്ലാവരും എന്തിനാണ് എത്തിച്ചേരുന്നത്? 24 എന്തിനാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ആ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഇതൊരു സുവർണാവസരമാണ് ശ്രീ സുരേഷ് കുമാർ താങ്കൾക്ക്. ഇപ്പോൾ താങ്കൾ പറയുകയാണ് ഈ കോൾ വന്നത് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഏറ്റവും നല്ല അവസരമല്ലേ ഇത്? പറഞ്ഞോളൂ, ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? താങ്കൾക്കറിയാമോ? എനിക്കും ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കെങ്കിലും അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ഈ പ്ലാറ്റ്ഫോമിൽ, ഈ 24ൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അനാവശ്യമായി ഒരു ചർച്ചയ്ക്ക് വളരെ ആങ്സൈറ്റി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് ഇന്ന ആളായിരിക്കാം പറഞ്ഞത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് അങ്ങേയറ്റം തെറ്റാണ്. അത് നമ്മുടെ പ്രേക്ഷകരെ പോലും നമ്മൾ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ അവർ വാർത്താ സമ്മേളനം നടത്തി വലിയ കാലങ്ങളായിട്ട് ഈ ടെലിവിഷൻ ചർച്ചകൾ തുടങ്ങിയ കാലം മുതൽ നമ്മൾ നേരിടുന്ന ഒരു, അതായത് നിങ്ങൾക്ക് സുന്ദരമായി ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആരോപണം. ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ ഒറ്റ മിനിറ്റ് ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളും അതുപോലെ തന്നെ സൂപ്രണ്ടുമാണ് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ രണ്ടാളുകളും പരിചയസമ്പന്നരായിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിൽക്കുന്നവരെ പോലെയോ വാർത്താ സമ്മേളനം നടത്തി പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളല്ല. സ്വാഭാവികമായും അവരുടെ സഹപ്രവർത്തകരുമായി തന്നെ സംശയങ്ങൾ വിളിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ നേർക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത് സ്വാഭാവികമായും ഈ ചർച്ചയുടെ ദിശ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. ആ ന്യൂനത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വേണം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നുള്ള നിലയിൽ നാം നടത്തേണ്ടത്. ശ്രീ സുരേഷ് കുമാർ വിളിച്ചു ചോദിക്കുകയായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു കോൾ വരികയായിരുന്നു. ഇനി താങ്കൾ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ ക്രെഡിബിലിറ്റി ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ വിശാലമായി അത് ചർച്ച ചെയ്യാൻ ധാരാളം സന്ദർഭങ്ങളുണ്ടല്ലോ. പക്ഷേ പ്രശ്നം അതല്ല. ഞാൻ ഒറ്റ കാര്യം, ഇപ്പോൾ താങ്കൾ പറയുന്നു അനാവശ്യമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ, ഒരു ആങ്സൈറ്റി ഉണ്ടാക്കാൻ, ഈ ചർച്ചയ്ക്ക് എരിവും പുളിയും കൂട്ടാൻ വേണ്ടി ഒക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നാണ്. ശ്രദ്ധ തിരിക്കാനും വിഷയം മാറ്റാനുമുള്ള ശ്രമം നടത്തുന്നത് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പുമല്ലേ ശ്രീ സുരേഷ് കുമാർ? പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് എന്തായിരുന്നു? ആ മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ചാണ് ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞത്. അത് പരിഹരിക്കാൻ എന്ത് നടപടിയെടുത്തു? അത് വിശദീകരിക്കാൻ ഏത് വാർത്താ സമ്മേളനം ഉണ്ടായി? ഇപ്പോൾ ഈ ഒരു മെർസിലോസ്കോപ്പ് കാണാനില്ല, അത് ഡോക്ടർ എടുത്തു എന്നുള്ള സംശയം, അതിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം, പരിശോധന, പിന്നെ ഡോക്ടറുടെ ഭാഗം കേൾക്കാതെ പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വാർത്താ സമ്മേളനം, അതിനിടയിൽ വരുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരു സംശയം പ്രകടിപ്പിച്ചത് ഈ ചർച്ചയെ വഴിതെറ്റിക്കാനാണെന്ന് ഈ പാനലിൽ മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകരിലും താങ്കൾ മാത്രമേ അങ്ങനെ കരുതൂ. അല്ല, അദ്ദേഹത്തിൻ്റെ വാദഗതികളെ സംബന്ധിച്ച് പൂർണ്ണമായും പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ സബ്മിറ്റ് ചെയ്തതാണ് ഈ കമ്മീഷന് മുമ്പാകെ. ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോബിനെ സംബന്ധിച്ച് അവിടെ ക്ഷാമമുണ്ടായി. ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി പ്രോബിൻ്റെ ക്ഷാമം അനുഭവപ്പെട്ടു. തീർച്ചയായും തൊട്ടപ്പുറത്തെ തിയേറ്ററിൽ പ്രോബ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പുതിയ അറിവാണ്.
ആ അറിവ് നിലനിൽക്കുകയാണ്. 1960 സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ച്, ഞാൻ ചോദിക്കട്ടെ, നാളെ മുതൽ 5000-ലധികം പേഷ്യൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആശുപത്രി, ഏകദേശം 600-ലധികം ഡോക്ടേഴ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ഓരോ ഡോക്ടർമാരും ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ സർവീസ് ചട്ടം എവിടെ ചെന്ന് നിൽക്കും? നമ്മൾ പാലിക്കേണ്ടുന്ന സർവീസ് മര്യാദകൾ എവിടെ പോയി നിൽക്കും? ആര് കേരളം ഭരിച്ചോട്ടെ? സർവീസ് ചട്ടം ലംഘിച്ചെങ്കിൽ ഡോക്ടർ ഹാരിസിനെ നിങ്ങൾ ശിക്ഷിക്കൂ. സർവീസ് ചട്ടം ലംഘിച്ചെങ്കിൽ ഡോക്ടർ ഹാരിസിനെ നിങ്ങൾ ശിക്ഷിക്കൂ ശ്രീ സുരേഷ് കുമാർ. പകരം അദ്ദേഹത്തിനെ കള്ളനാക്കുന്നത് എന്തിനാണ്? അല്ലല്ല, അദ്ദേഹത്തിനെ കള്ളനാക്കുന്നത് എന്തിനാണ്? ആ കാര്യം ഞാൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്ന് ആരോഗ്യമന്ത്രി വാർത്താ മാധ്യമങ്ങളെ കണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ സംബന്ധിച്ചോ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചോ ഒന്നും ആർക്കും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഏറ്റവും മിടുക്കനായ ഡോക്ടർ എന്ന് തന്നെയാണ് പൊതുവിൽ അദ്ദേഹത്തെ എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് സർവീസ് മേഖലയിൽ തനിക്ക് പറയേണ്ടുന്ന ഇടത്ത് പറയാതെ നവമാധ്യമത്തിലൂടെ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദമാക്കുന്നത് അതിന്റെ പേരിലാണോ പരിശോധന നടന്നത്? അതിന്റെ പേരിലല്ലല്ലോ മെഡ്സിലോസ്കോപ്പ് എവിടെ പോയി എന്നുള്ള പരിശോധന നടന്നത്. അതിന്റെ പേരിലല്ലല്ലോ അവധിയിൽ പോയ ഒരു ഡോക്ടറുടെ മുറിയിൽ കയറി പരിശോധന നടത്തിയിട്ട് ഈ CCTV ഒരാൾ കടന്നു വന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. അതിന്റെ പേരിലല്ലല്ലോ ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതൊക്കെ അന്വേഷിക്കണം എന്നൊരു വിദഗ്ധ സമിതി പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ അന്വേഷണം പൂർത്തിയാക്കാതെ വാർത്താ സമ്മേളനത്തിൽ വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞത്. അതൊന്നും ഈ പറഞ്ഞ കാരണങ്ങളുടെ പേരിലായിരുന്നില്ലല്ലോ ശ്രീ സുരേഷ് കുമാർ. ഇനി ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. 50 മിനിറ്റായി നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട്. ഞാൻ മറ്റു അതിഥികളിലേക്ക് പോയിട്ടുള്ള കാരശ്ശേരി മാഷ് കാത്തു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജിൻഡോ ജോണും നമ്മളോടൊപ്പമുണ്ട്. മറ്റു 2 അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു എന്നൊന്ന് കേൾക്കാം. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീ ജിൻഡോ ജോൺ വളരെ ഹാർഡ് വർക്കിങ്ങും വളരെ സത്യസന്ധനും വളരെ ജെനുവിനുമായിട്ട് ആളുകളിൽ നിന്ന് പണം പിരിക്കുകയോ പണം വാങ്ങുകയോ ചെയ്യാത്ത മാതൃക ആയി മാറിയിട്ടുള്ള ഒരു ഡോക്ടറെ കുറിച്ചാണ് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, ഇപ്പോൾ നമ്മൾ കണ്ടത്. ശ്രീ സുരേഷ് കുമാർ ഇപ്പോൾ അത് കേട്ട് കാണും. ഇന്ന് പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും അതുപോലെ തന്നെ സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാണാതായി പോയ മോഴ്സിലോസ്കോപ്പ് പൂഴ്ത്തിവെച്ച ഒരു ഡോക്ടർ ഇന്ന് അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്ത് നടക്കുന്നു എന്നാണ് പ്രതിപക്ഷം മനസ്സിലാക്കുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ആരോഗ്യമന്ത്രി സത്യസന്ധനാണെന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സിസ്റ്റം ഒന്നാകെ പകയോടുകൂടി ആ സർക്കാർ ഡോക്ടറെ വേട്ടയാടുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ രാജാവ് നഗ്നനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കുട്ടിയെ പിന്തുടർന്ന് പീഡിപ്പിക്കുകയും രാജാവ് പിന്നെ ഒരിക്കലും തുണി എടുക്കേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിന് തുല്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നാണല്ലോ ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി ഡോക്ടർ ഹാരിസിൻ്റെ മേൽ ചുമത്തുന്ന ഏറ്റവും വലിയ പാതകമായിട്ട് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമെന്നുള്ള. അന്നേരം സർവീസ് ചട്ടം ലംഘിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇനി അതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റിബേഷ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ ഹാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പോലീസ് കേസും കോടതി വ്യവഹാരവും നടക്കുന്നു. സർവീസ് ചട്ടം ലംഘിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? നടപടിയെടുത്തോ? ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിന്റെ സ്റ്റാഫിൽപ്പെട്ടിട്ടുള്ള സേതു ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടി അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുണ്ടല്ലോ, അതിനെതിരെ പരാതിയും വന്നല്ലോ. സർവീസ് ചട്ടം ലംഘിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിലെമ്പാടും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്നൊന്നും കാണാത്ത ഒരു സർവീസ് ചട്ട ലംഘനം ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ടെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ മാത്രം തോന്നുന്നത് അത് വല്ലാത്തൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടിയെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും രാജാവ് തുണി കൊടുക്കാൻ തീരുമാനിക്കുന്നില്ല എന്നൊരു വല്ലാത്ത ഗതികേടിലാണ് കേരളം പോകുന്നത്. ഇവിടെ അന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം വിമാനമാർഗം ആ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പരാതിയുടെ പരിഹാരം നമ്മൾ കണ്ടല്ലോ. അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് പിന്നീട് നടക്കുന്നത്. അന്നൊന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പരാതി ഉണ്ടായില്ല. പിന്നീട് ഓരോ ഘട്ടത്തിൽ പതുക്കെ CPM-ന്റെ ഹാൻഡിലുകൾ ആ പരാതിയിലേക്ക് വരികയാണ്. അത് വരുന്നത് എപ്പോഴാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യമായിട്ട് ഡോക്ടർ ഹാരിസിനെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നത്, അല്ലേ? പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടി കൊടുക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഗോപി, കേരളത്തിലെ ഓരോ പൗരനും
സർക്കാരിന് മുമ്പിൽ പ്രതിപക്ഷമാണ്. നമ്മുടെ അവകാശത്തെക്കുറിച്ച് ചോദിക്കുന്ന നികുതിദായകരായിട്ടുള്ള ഓരോ പൗരനും കേരളത്തിലെ പ്രതിപക്ഷമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സംവിധാനങ്ങളെ കൃത്യമായിട്ട് ഭരിക്കേണ്ട, നയിക്കേണ്ട സർക്കാരിന് വീഴ്ച വരുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ഓരോ പൗരനും പ്രതിപക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രതിപക്ഷത്തിന് വടി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ്. ഇന്ന് നടന്ന ആ പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തിയ പത്രസമ്മേളനം അതൊരു തിരക്കഥയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, അതിൽ പ്രിൻസിപ്പൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, നെഗ്ലക്റ്റബിൾ ആയിട്ടുള്ള വിഷയമാണ് അത്രേ. ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് ഉണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നെഗ്ലക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്, അതിനെ ഊതിപ്പെരിപ്പിച്ചു എന്ന്. ഏത് രോഗികളുടെ ചികിത്സാർത്ഥം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് അത് അവഗണിക്കപ്പെടാവുന്ന ഒരു വിഷയമായിരുന്നു, അതിനെ വലിയതാക്കി. ഇനി രണ്ടാമത്തെ ഒരു ചെറിയ കാര്യത്തെ തുടർന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അതാണ് വലിയ പാതകം. ഇനി അടുത്തത് ഡോക്ടർ ഹാരിസ് പറഞ്ഞു അത്രേ, കാണാതായ ഉപകരണം കാണാതായി എന്ന് ഡോക്ടർ ഹാരിസിനും അഭിപ്രായമുണ്ടെന്ന്. അത് തെറ്റാണ്, വ്യാജമാണ്. അടുത്ത മെഡിക്കൽ കോളേജ് ഒരു വലിയ സ്ഥാപനമാണ്, എല്ലാവരുടെയും സ്ഥാപനമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല എന്ന്. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടർമാരുടെയോ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മാത്രമല്ല, എന്റെയും ഗോപിയുടെയും CPM പ്രതിനിധിയുടെയും MN കാരശ്ശേരിയുടെ അടക്കം ഈ ചർച്ച കാണുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളുടെയും ആകെ സ്വത്താണ്. നമ്മുടെ ഒരു സംവിധാനം നന്നായി നടത്താൻ വേണ്ടിയിട്ട് ഇവരെ നമ്മൾ ഭരണത്തിൽ ഏർപ്പെടുത്തുമ്പോൾ, അവർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ, പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചോദ്യം ചോദിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊരു വലിയ സ്ഥാപനമാണെന്ന് വെച്ച് അവിടെ നടക്കുന്ന തോന്നിവാസങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കാതിരിക്കണോ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ആക്ഷേപത്തെ തുടർന്ന് അന്വേഷണം നടന്നു. ഓസിലോസ്കോപ്പ്, നെഫ്രോസ്കോപ്പ്, പിന്നെന്താ മോസിലോസ്കോപ്പ്, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും രീതിയിൽ കുറ്റം ചാരാൻ പറ്റുമോ എന്നുള്ള സ്കോപ്പ് അന്വേഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എൻക്വയറി ആണല്ലോ ഇവർ നടത്തുന്നത്. മുൻപും കുറേ കാര്യങ്ങൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കുറേ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടോ? കോഴിക്കോട് ഒരു ഹർഷിന എന്ന് പറഞ്ഞ വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആയുധങ്ങൾ, അതിന്റെ സാമഗ്രികളൊക്കെ കത്രിക ഉൾപ്പെടെ തുന്നിക്കെട്ടി വെച്ചു കൊടുത്തു. അത് ഏത് ആശുപത്രിയിലാണെന്ന് കണ്ടെത്തി നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരിന് സാധിച്ചോ? അന്വേഷണ റിപ്പോർട്ട് എന്തായി? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ICUവിൽ തീപിടുത്തമുണ്ടായി, അതിനെ തുടർന്ന് 3-4 രോഗികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാതെ പുതുക്കി പണിത ആശുപത്രി കെട്ടിടത്തിലെ ICUവിലെ അവിടുത്തെ സംവിധാനങ്ങളുടെ അനാസ്ഥ കൊണ്ട് അങ്ങനെയാണ് സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അന്വേഷണ റിപ്പോർട്ട് എന്തായി? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം യുദ്ധകാലാടിസ്ഥാനത്തിൽ 100 ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടെ 2 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ട് അവിടെ ബിന്ദു എന്ന് പേരായ വീട്ടമ്മ മരണപ്പെട്ടതിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് അതിൽ കുറ്റക്കാർ നമുക്കറിയണ്ടേ? അതുപോലെ മരുന്ന് ക്ഷാമത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളുടെ ക്യാമറകളുടെ സാന്നിധ്യത്തിൽ ആശുപത്രിയിൽ പോയി വിസിറ്റ് നടത്തിയല്ലോ, കമ്പ്യൂട്ടറിലൊക്കെ പരിശോധന നടത്തിയല്ലോ, ലൈവായിട്ട് കണ്ടുപിടിച്ചോ എന്തുകൊണ്ടാണ് മരുന്ന് ക്ഷാമം വന്നതെന്ന്, എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ക്ഷാമം വന്നതെന്ന്? അപ്പൊ ഇതിന്റെ ഒന്നും റിപ്പോർട്ട് പറയാതെ കൃത്യമായിട്ട് ഈ ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് വല്ലാത്ത പ്രതിസന്ധിയായ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം ഇല്ലാത്തപ്പോൾ കടന്നു കയറുന്നു, പരിശോധന നടത്തുന്നു, അദ്ദേഹത്തെ കള്ളനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് ഗോപി, ഇവിടെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റാതെ, കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താതെ ഇന്ന് ആ പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തിയ പത്രസമ്മേളനം പോലും ചട്ടവിരുദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ? അതിന്റെ ഉദ്ദേശം എന്താ? ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിനിടയിൽ വന്ന ഫോൺ കോൾ ആരുടേതായിരിക്കും? ആ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ സാർ എന്ന് വിളിച്ചുകൊണ്ട് അതിന് അനുമതി, അതായത് മുഴുവൻ അന്വേഷണ റിപ്പോർട്ട് മുഴുവനായിട്ട് വായിക്കാമെന്ന് ഏറ്റു പറയുമ്പോൾ ആ ഫോൺ ചെയ്തത് ആരാണെന്ന് പറയാനുള്ള ബാധ്യത സംസ്ഥാന ആരോഗ്യ വകുപ്പിനുണ്ട്. സൂപ്രണ്ടിന് വന്ന ആ ഫോൺ കോള് ആരുടേതായിരുന്നു നമുക്കറിയണമല്ലോ. കേരളത്തിന്റെ കഫീൽ ഖാനായിട്ട് നമ്മൾ ഡോക്ടർ ഹാരിസിനെ മാറ്റാൻ പാടില്ല. പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. ഡോക്ടർ ഹാരിസ് ഒരു കാലത്തും UDF-നോടോ കോൺഗ്രസിനോടോ ചേർന്ന് പ്രവർത്തിച്ചിട്ട ആളല്ല. പക്ഷേ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്ത് നിസ്വാർത്ഥ സേവനം ചെയ്തിട്ടുള്ള ആളാണെന്ന് രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ രോഗികൾക്കും മുഴുവൻ പൊതുപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അഭിപ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനെ നവീൻ ബാബുവിന്റെ ഗതി വന്നുകൂടാ. നമ്മൾ ഒന്നിച്ച് എതിർക്കണം. ഇവിടെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ ശ്രീ ജിൻഡോ? അതായത് ഒന്ന്, ഈ ഉപകരണം നഷ്ടപ്പെട്ടു എന്ന പരാതി ഡോക്ടർക്ക് തന്നെയുണ്ട്, അതുകൊണ്ടാണ് അവർ പരിശോധിച്ചതെന്ന്. പക്ഷെ ഡോക്ടർ പറയുന്നു, ഈ പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ മുറി തുറക്കുന്നു, മെഷീനുകളൊക്കെ നോക്കുന്നു, പരിശോധിക്കുന്നു, ഫോട്ടോയും വീഡിയോയും എടുക്കുന്നു. ഇന്നലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ട്, ക്ലറിക്കൽ ജീവനക്കാർ, ബയോമെഡിക്കൽ വിഭാഗത്തിലെ ജീവനക്കാർ ഇവരൊക്കെ പോയി മുറി തുറന്ന് അതിനകത്ത് കയറി പരിശോധിച്ച് മറ്റൊരു പൂട്ടിട്ട് പോകുന്നു. അദ്ദേഹം അവധിയിലാണ്, പകരം ചുമതല മറ്റൊരാൾക്കാണ്. ഇതെന്തിനു ചെയ്തു എന്നതിലുള്ളൊരു അന്വേഷണം വേണം എന്ന് അദ്ദേഹം KGMCTAക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. ആ മുറിയിൽ കയറി പരിശോധിച്ച് അവിടെ നെഫ്രോസ്കോപ്പ് കണ്ടെത്തി, അതിൻ്റെ കൂടെ ഒരു ബില്ല്, അത് ഈ മോസിലോസ്കോപ്പ് വാങ്ങിയതിൻ്റെ, അതായത് 2 ഓഗസ്റ്റിൽ 2025 വാങ്ങിയ ഒരു ബില്ല് കണ്ടെത്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി അതിൽ അന്വേഷണം വേണം എന്നാണ്
ഈ പറയുന്നത് ഇതൊക്കെ അന്വേഷണ മധ്യേ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം വളരെ വേഗം വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങളൊക്കെ വെടിപ്പായി ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ല എന്ന് തോന്നിയപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നതും കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം എന്താകും ഡോക്ടർ ഹാരിസിന്റെ മുന്നോട്ടുള്ള വഴി, അല്ലെങ്കിൽ എന്താകും അദ്ദേഹത്തിന്റെ ഗതി എന്നതാണല്ലോ ശ്രീ ജിൻഡോ. അല്ല ഗോപി, അതിൽ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരിക്കുമെന്ന്. അദ്ദേഹം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചത്. അതിനെ തുടർന്ന് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരിക്കുമെന്നുള്ളത് ആ പ്രസ്താവനയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പിന്തുടർന്നുള്ള വേട്ടയല്ല നടക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ റൂം പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം മറ്റൊരു താഴിട്ട് പൂട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹത്തെ കള്ളനാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് പരിശോധിക്കുന്നതിൽ കണ്ടെത്തിയ ആ യന്ത്ര സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്തവരാണോ വിദഗ്ധ സമിതി അംഗങ്ങൾ? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിച്ച് അത് ബോധ്യപ്പെടാൻ കഴിവുള്ളവരായിരിക്കണം അത് അന്വേഷിക്കാൻ പോകേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്താ? അവിടെ നിന്ന് കിട്ടിയതെന്ന് പറയുന്ന ബില്ല് അതൊരു ബില്ലല്ല, അതൊരു സർവീസ് വൗച്ചറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടാതെ വെറുതെ കിട്ടിയ പാടെ അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തുന്നതിലൂടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് ആ സൂപ്രണ്ടിന് വന്ന ഫോൺ കോളിൽ വിളിച്ച ആളുടെ ഉദ്ദേശം പോലെ തന്നെ അത് ആരായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ഊഹിക്കുന്ന ആളല്ല എന്നാണ് CPM-ന്റെ പ്രതിനിധി സുരേഷ് കുമാർ പറയുന്നത്. ഞാൻ ആരെയും ഊഹിച്ചിട്ടില്ല. അദ്ദേഹം ആരെയാണ് ഊഹിച്ചതെന്ന് പറയാൻ ഈ പണി നമുക്ക് എളുപ്പമായി. എന്തായാലും ആ വിളിച്ച ആൾ ഊഹിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു തിടുക്കപ്പെട്ട ശ്രമമാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യരംഗത്ത് മരുന്ന് ക്ഷാമമുണ്ട്, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്, ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരില്ല, ഡോക്ടർമാരില്ല, നഴ്സിംഗ് അസിസ്റ്റന്റ്മാരില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണമല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാല അന്വേഷണങ്ങളുടെ റിപ്പോർട്ടൊക്കെ പുറത്തുവിടണമല്ലോ. അത്തരത്തിൽ ഒരു റിപ്പോർട്ടും പുറത്തുവിടാതെ, അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാതെ നടത്താതെ ഇപ്പോൾ ഹാരിസിന്റെ ഓഫീസിൽ റൂമിൽ കയറി, അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന റൂമിൽ കയറി അവിടെ കണ്ടെത്തിയ ഒരു പെട്ടി പരിശോധിച്ച് പെട്ടിക്കകത്തുള്ളത് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യം ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തെരഞ്ഞു പോയ പോലെ അവസ്ഥയാവും. അവസാനം പെട്ടി തെരഞ്ഞ് അവസാനം ഈ സംസ്ഥാന സർക്കാരിന്റെ പെട്ടിയുടെ അവസാനത്തെ ആണിയടിക്കുന്ന പണിയാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടത്തുന്ന ഈ പകപോക്കൽ. ശരി, കാരശ്ശേരി മാഷെ ക്ഷമിക്കണം, ഒരല്പം വൈകിപ്പോയി താങ്കളിലേക്ക് ഒരു ചോദ്യവുമായി എത്താൻ. കാരണം കുറച്ച് കാര്യങ്ങൾ CPM പ്രതിനിധിയോട് കൂടുതലായി ചോദിക്കാനുണ്ടായിരുന്നു. സാധാരണ അല്ലാത്ത സാഹചര്യങ്ങളിൽ അവരുടെ ഭാഗം കേട്ടില്ല എന്ന പരാതികൾ സാധാരണ നിലയിൽ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം മുഴുവനായി കേൾക്കുകയായിരുന്നു. കാരശ്ശേരി മാഷെ, ഇതിനകത്ത് ഒരു പ്രശ്നം സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ, പോരായ്മകൾ, പിഴവുകൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന വിസിൽ ബ്ലോവേഴ്സ് അത് എവിടെയാണെങ്കിലും ഏത് സംവിധാനത്തിലാണെങ്കിലും ഇപ്പോൾ സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ ഭരണകൂടത്തിൻ്റെ വേട്ടയാടലിന് വിധേയനാക്കപ്പെട്ട കഫീൽ ഖാനുമായി ഞാൻ ഡോക്ടർ ഹാരിസിനെ താരതമ്യം ചെയ്തതിനെ ആണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ സമാനമായ ഒരു അവസ്ഥയല്ലേ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ നേരിടുന്നത്? നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റത്തിന് ചില പോരായ്മകളൊക്കെ ഉണ്ട് എന്ന്. മനസ്സിലാക്കാം ആരോഗ്യമന്ത്രി ആ പറഞ്ഞ കാര്യങ്ങളെ. പക്ഷേ ആ സിസ്റ്റം ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ നടത്തുന്ന അതിനുള്ളൊരു ഉപകരണമായി ഈ മൊത്തം സംവിധാനങ്ങൾ മാറുകയാണോ കാരശ്ശേരി മാഷെ? എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുവരെ ഡോക്ടർ ഹാരിസിന്റെ വിഷയങ്ങൾ നടന്ന കാര്യങ്ങൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപികൃഷ്ണൻ, നമ്മൾ ഇത്തരം ചർച്ചയിൽ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് ചികിത്സ. ഇവിടെ എല്ലാ ജില്ലകളിലും വളരെ വില കൂടിയ ഉപകരണങ്ങളുമായി വളരെ വലിയ പോഷ് രീതിയിൽ നടക്കുന്ന വലിയ 5 സ്റ്റാർ ഹോട്ടലുകളുടെ മാതിരി നടക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഇവിടുത്തെ വലിയൊരു വ്യവസായമാണത്. ഇവിടുത്തെ പണക്കാർക്കും മധ്യവർഗത്തിലുള്ളവർക്കും ഒക്കെ പോകാൻ പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. ഇവിടുത്തെ മന്ത്രിമാർക്ക് പോകാൻ അമേരിക്കയിൽ ആശുപത്രിയുണ്ട്. അത് നമുക്കിപ്പം ഒരു ആരോപണം പറയുന്നതല്ല, നമുക്കിതിൻ്റെ ഇടയ്ക്കും തന്നെ കാര്യമാണ്. ഇപ്പം മുഖ്യമന്ത്രി തൊട്ട് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും പോകുന്നത് അമേരിക്കയിലാണ്, അല്ലെങ്കിൽ മദ്രാസിലാണ്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് ആശുപത്രികളിലാണ്. മെഡിക്കൽ കോളേജിൽ തുടങ്ങിയുള്ള ഈ പൊതുസ്ഥാപനങ്ങൾ ഇവിടുത്തെ ദരിദ്രന്മാർക്കും പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ളതാണ്. അത് വളരെ അടിസ്ഥാനപരമാണ്. അവിടെ 28 കൊല്ലമായി ജോലി ചെയ്യുന്ന വളരെ മുതിർന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 97 മുതൽ അവിടെ പ്രവർത്തിക്കുന്നു. 28 കൊല്ലമായി. അദ്ദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ വരുന്നത് ബസ്സിലോ അദ്ദേഹത്തിൻ്റെ ബൈക്കിലോ ആണ്. അദ്ദേഹം ഒരു കാറിൽ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാശുണ്ടാക്കാൻ അറിയില്ല എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം
365 ദിവസം എന്ന് പറഞ്ഞതിൽ 360 ദിവസവും ജോലിക്ക് വരുന്ന ഒരാളാണ് എന്ന് എല്ലാവരും പറയുന്നു. അദ്ദേഹം സത്യസന്ധനാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇപ്പോൾ ഗോപികൃഷ്ണൻ ഇവിടെ കേൾപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സത്യം മാത്രമായിരുന്നു. സത്യം പറഞ്ഞു എന്നുള്ള കുറ്റമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ചട്ടത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. A+ കിട്ടുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിന് മലയാള അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഏറ്റവും ഉന്നതാധികാരിയായ DPI പറഞ്ഞു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉത്തരവിട്ടത് ആ ഫോൺ കോള് ആ പ്രസംഗം പുറത്തേക്ക് ചോർത്തിയത് ആരാന്നാ. എന്താണ് അന്വേഷിക്കേണ്ടത്? A+ കിട്ടിയ ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് ഒരു കേട്ടെഴുത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് അന്വേഷണം. അപ്പോൾ ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ രീതി. ഇപ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന ADM, കണ്ണൂരിലെ ADM, അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞിട്ടും കള്ളനാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ്. അവിടെ അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ കണ്ണൂർ ജില്ലാ കളക്ടർ തുടർന്ന് ഒരു നടപടിക്കും വിധേയനായിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ പ്രശാന്ത് ഇപ്പോൾ എവിടെയില്ല. എന്താ പ്രശ്നം? CPM-ൻ്റെ കണ്ണൂർ ജില്ലാ നേതാവായ PP ദിവ്യയ്ക്ക് ബുദ്ധിമുട്ടാവും അതെന്തന്വേഷിച്ചാലും. അപ്പോൾ അത് വിട്ടുകളയാം. അപ്പോൾ ഇന്ന് സത്യമായിട്ട് മലയാളികൾക്ക് മൊത്തത്തിലും ഇവിടുത്തെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ചും അഭിമാനം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഇവിടെ മനസ്സാക്ഷിയുള്ള ആളുകളുണ്ട്, മനുഷ്യത്വമുള്ള ആളുകളുണ്ട്, പണത്തിൻ്റെ മേലെ സേവനം എന്നൊരു സംഗതി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് മനുഷ്യനിലുള്ള വിശ്വാസം വളർത്തുന്ന ഒരാളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി അഭിമാനപൂർവ്വം സംസാരിക്കുന്നതിന് പകരം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് നടത്തിയ പത്രസമ്മേളനം ശരിക്കും മലയാളികൾക്ക് മൊത്തം ലജ്ജ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇത്ര ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾ പോലും ഈ അളവുള്ള രാഷ്ട്രീയമായ ആധമർണ്യം കാണിക്കുക. ആ ഫോൺ ചെയ്ത ആരാന്ന് എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല. ആ വിളിച്ചത് ആരാണെങ്കിലും അതിൻ്റെ താല്പര്യം ഹാരിസിനെ കള്ളനാക്കുകയാണ്. കഫീൽ ഖാൻ എന്നൊരു പേര് പറയുമ്പോൾ അത് അന്യായമാണ് എന്ന് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു. ഒരു അന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം വെച്ചാൽ വേട്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് എന്ന് പറഞ്ഞാണ് ഹാരിസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്താ കാര്യം? മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മന്ത്രിമാരുടെ മൂക്കിൻ്റെ താഴെയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ എന്ത് നടക്കുന്നു എന്ന് അവർക്കറിയുന്നില്ല. അദ്ദേഹം നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാ ചെരുപ്പ് തേഞ്ഞത്? ആരോടാ പറഞ്ഞിരുന്നത്? ഇതൊന്നുമില്ല. എന്നിട്ട് അത് തനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്തക്കുറവാണ് എന്ന് തിരിച്ചറിയാത്ത ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് പറയാണ് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ. ആരുണ്ടാക്കിയ വ്യവസ്ഥ? ഗവൺമെൻറ്റാണ് സിസ്റ്റം. അപ്പോൾ കണ്ണൂരിലെ നവീൻ ബാബുവിനെ ഈ അളവിൽ ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ആവശ്യം ഉന്നയിക്കുന്നു, CBIക്ക് വേണ്ട, അത് വിടില്ല. അപ്പോൾ ഈ അളവിൽ ഇപ്പോൾ ആ DPIക്കെതിരായിട്ട് ഒരു ചട്ടവിരുദ്ധ നടപടി എടുത്തായിട്ട് നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഹാരിസ് സന്തോഷമായിട്ട് നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചട്ടം ലംഘിച്ചു, നടപടി നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ്. അപ്പം നടപടി നേരിട്ടാൽ അത് തകരാറ്, നേരെ വെച്ച് കള്ളനാക്കിയാൽ പിന്നെ പാർട്ടി അനുയായികൾക്കും പാർട്ടി അടിമകൾക്കും ഈ തരത്തിൽ വർത്തമാനം പറയാലോ. അല്ല കാരശ്ശേരി മാഷേ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഡോക്ടർ ഹാരിസിന് കാത്തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ പുതിയ പ്രശ്നം ഈ കാണാതായ ഉപകരണമാണല്ലോ, അതിൻ്റെ കുറ്റമാണല്ലോ ഹാരിസിൻ്റെ തലയിൽ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതിലുള്ള അദ്ദേഹത്തിനുള്ള ശിക്ഷയാണോ കാത്തിരിക്കുന്നത്? അതൊരു കള്ളനായി മുദ്രകുത്തി അതിലും വലിയ ശിക്ഷയാണോ അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്? എൻ്റെ ഗോപികൃഷ്ണ, 14 കൊല്ലമായി ഒരു അധ്യാപികയ്ക്ക് ശമ്പളം കൊടുക്കാത്തതിൻ്റെ പേരിൽ ശമ്പളം കൊടുക്കണം എന്ന് കോടതി വിധി ഉണ്ടായിട്ട് മന്ത്രി ഇടപെട്ടിട്ട് അതൊന്നും ചെയ്യാത്ത ആളുകളോടുള്ള പ്രതിഷേധം കൊണ്ട് ഒരു അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ആലോചിച്ച് നോക്കൂ, 14 കൊല്ലമായിട്ട് ശമ്പളമില്ല. എന്നിട്ട് കോടതി വിധിക്ക് ഏത് സിസ്റ്റമാണ് ഇവർ കൊണ്ടു കിടക്കുന്നത്? സിസ്റ്റം എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഒക്കെ ആരെ പറ്റിയാണ് പറയുന്നത്? ഈ മന്ത്രിയാണ് സിസ്റ്റം. അപ്പോൾ
കോടതി പറഞ്ഞിട്ട് പോലും ഒരു ശമ്പളം കൊടുപ്പിക്കാൻ പ്രാപ്തിയില്ലാത്ത ഗവൺമെൻറ്, അതാണ് കാര്യപ്രാപ്തിയില്ല, നീതിബോധമില്ല, ധിക്കാരമാണ് അവർ കാണിക്കുന്നത്. അവരുടെ നിലപാട് അധാർമികമാണ്. ഹാരിസിനെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഹാരിസിന് 28 കൊല്ലം സർവീസുള്ള ഒരു യൂറോളജി പ്രൊഫസർക്ക് എവിടെയാണ് ജോലി കിട്ടാത്തത്? അദ്ദേഹത്തെ കേരളത്തിലെ ഏത് ആശുപത്രിയാണ് വിളിക്കാത്തത്? ഗൾഫിലെ ഏത് ആശുപത്രിയാണ് വിളിക്കാത്തത്? യൂറോപ്പിലോ അമേരിക്കയിലോ ഏത് ആശുപത്രി അദ്ദേഹത്തെ വിളിക്കാത്തത്? അദ്ദേഹത്തിന് കാശിന് മോഹമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തെളിയിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ബേജാറുമില്ല, കാരണം എനിക്കൊരു ബൈക്ക് മതി ഇവിടെ വന്നു പോവാൻ. അപ്പോൾ സത്യം പറയുന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് ഈ പാർട്ടി വിധേയത്വം കൊണ്ടും ഈ തരത്തിലുള്ള അധാർമികമായ ധിക്കാരപരമായ പ്രവർത്തനം. ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് അവിടെ ക്ലോസ് ചെയ്യും. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കും. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് ശരിയായ കാരണം ഫ്ലൈറ്റിൽ ഉപകരണം കൊണ്ടുവന്നതിനർത്ഥം ഹാരിസ് പറഞ്ഞ് ശരിയായിരുന്നാണല്ലോ. അപ്പോൾ ഹാരിസ് സത്യസന്ധനാണ്, അദ്ദേഹം അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു, പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുകയാണ് വേണ്ടത്. അത് വേണ്ട. ആ പ്രശ്നം, ആ ഫയൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഈ മുഖം ഇങ്ങനെ വൃത്തികേടാവില്ല. ഇപ്പം വെളുപ്പിക്കാൻ തേക്കുന്നത് മുഴുവൻ പാണ്ടായി മാറാൻ പോവാണ്. ശ്രീമതി വീണ ജോർജിൻ്റെ മന്ത്രി കാലഘട്ടത്തിലെ ഏറ്റവും കരിമ്പുള്ളികളിലൊന്നായിട്ട് ഹാരിസിൻ്റെ കാര്യം മാറാൻ പോവാണ്. അദ്ദേഹത്തിന് മിക്കവാറും ഇവരുടെ ധിക്കാരം, ഇവരുടെ പകവീട്ടിൽ അനുഭവിക്കേണ്ടി വരും. ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും അവിടുന്ന് സ്ഥലം മാറ്റിയായിരിക്കും ചെയ്യുക. എനിക്ക് അറിഞ്ഞൂടാ ഇവരെന്താ ചെയ്യാൻ ആലോചിക്കുന്നത്. കാരണം എല്ലാവർക്കും ആത്മഹത്യ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ വലിയ കഷ്ടമല്ലേ ഗോപികൃഷ്ണ? അതായത് ഭർത്താവ് അല്ലെ ഭർത്താവിൻ്റെ അമ്മ അല്ലെ ഭർത്താവിൻ്റെ പെങ്ങള് ഉപദ്രവിക്കുന്നു, ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, പെൺമക്കൾ പറയുമ്പോൾ അത് കേൾക്കാൻ അച്ഛനും അമ്മയ്ക്കും സൗകര്യമില്ല. അവർ പിന്നെയും നിൽക്കട്ടെ മോളെ എന്ന് പറയും. പിന്നെ അവൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് അവർ ഉണരുക. എപ്പോഴും ഇപ്പോൾ കേരളത്തിൽ എന്ത് പ്രശ്നം എവിടെ വരണമെങ്കിലും 14 കൊല്ലമായി ശമ്പളം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപികയുടെ ഭർത്താവിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. വേറെ ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപികയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ആലോചിച്ച് നോക്കൂ, ശമ്പളം കിട്ടാത്തതിനാണിത്. ഒരു തൊഴിലാളി ഗവൺമെൻറ്റാണ്, തൊഴിലാളി പാർട്ടിയാണ്, പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, വിപ്ലവ പ്രസ്ഥാനമാണ് എന്ന് പറയുന്ന ഒരു മുന്നണി ഭരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. എടുത്ത പണിക്ക് കൂലിയില്ല. എത്ര കൊല്ലം? 14 കൊല്ലം. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞാലോ മന്ത്രി പറഞ്ഞാലോ കോടതി പറഞ്ഞാലോ കേൾക്കുകയില്ല എന്ന് തെളിവുണ്ടായിട്ട് ഇവരെന്താ സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ 3 ആളെ സസ്പെൻഡ് ചെയ്തു. എന്താണ്? 3 മാസം കഴിഞ്ഞാൽ അല്ലെ 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുത്തും കഴിഞ്ഞു അത്. കാരണം യൂണിയൻ്റെ ബലം. ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിലെ അധ്യാപകരോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എനിക്ക് തോന്നുന്നത് മാഷെ, ഈ KGFCTയെയും IMAയും ഒക്കെ ഈ ഡോക്ടറെ സംരക്ഷിക്കും എന്നൊക്കെയുള്ള നിലപാട് എടുക്കുമ്പോഴും അവരൊന്നും സത്യത്തിൽ പരസ്യമായി എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നതിൽ ഇപ്പോൾ എന്തെങ്കിലും വിമുഖതയുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പലരെയും ഞങ്ങൾ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമാകാൻ ബന്ധപ്പെട്ടെങ്കിലും പലരും തയ്യാറായിട്ടില്ല. മറ്റു കാരണങ്ങളുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ നമുക്കൊരാളുകളെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു നിമിഷം ഞാനൊരു ഇടവേള എടുത്തോട്ടെ. നമുക്ക് ശ്രീ സുരേഷ് കുമാറിലേക്ക് കൂടി പോയ ശേഷം ഞാൻ വരാം മാഷിൻ്റെ അടുത്തേക്ക്. മാഷെ, എന്തെങ്കിലും പറയാനുണ്ടോ ഇടവേളയ്ക്ക് മുമ്പ്? മാഷേ. അല്ല ഒറ്റ കാര്യമാണ് ഗോപികൃഷ്ണൻ. അതായത് ഈ IMAയിലോ അതുപോലെ അധ്യാപക സംഘടനയിലൊക്കെ ഉള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ പോലും പേടിക്കുന്ന ആളുകളാണ്. ഒരു ട്രാൻസ്ഫർ. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കോ കോഴിക്കോട്ടേക്കോ കാസർഗോട്ടേക്കോ നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്കൊരു അസൗകര്യം വരും. അപ്പോൾ ഒരു ധർമ്മത്തിൻ്റെ കൂടെ, സത്യത്തിൻ്റെ കൂടെ, അവരുടെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ അഭിമാനകരമായൊരു പണിയെടുത്തു. എന്താണ്? അദ്ദേഹം പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും ദരിദ്രന്മാരുടെയും കൂടെയാണ്. അവരുടെ ജീവനും അവരുടെ ആരോഗ്യവും സംരക്ഷിക്കുകയാണ് തൻ്റെ പണി എന്ന് വിചാരിക്കുന്ന പരമയോഗ്യനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാൻ ഉന്നത വിദ്യാഭ്യാസമുള്ള, സമ്പത്തുള്ള, സൗകര്യങ്ങളുള്ള ഇവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ സാമൂഹ്യ ജീവിതവും എത്രമാത്രം ദുർബലമാണ്, ജീർണിച്ചതാണ് എന്നാണ്. ഡോക്ടർ ഹാരിസിന്റെ ഈ സംഭവങ്ങളെ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്കൊരു ഇടവേള എടുക്കാം. ശ്രീ സുരേഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ സുരേഷ് കുമാർ, ഒരു 3 ചോദ്യങ്ങൾ താങ്കൾക്ക് വളരെ എളുപ്പം മറുപടി പറയാൻ പറ്റുന്നതാണ്. അതേസമയം പറയണോ വേണ്ടേ എന്നുള്ളത് താങ്കളുടെ സ്വാതന്ത്ര്യവുമാണ്. ഒന്ന്, ഡോക്ടർ ഹാരിസ് ഇപ്പോഴൊരു വളരെ വലിയ വിദഗ്ധ സമിതിയുടെ അന്വേഷണവും ഒക്കെ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം, ഒരു പ്രത്യേക സമിതിയുടെ അന്വേഷണമൊക്കെ നടന്നു. അപ്പോൾ ഈ അന്വേഷണത്തിനുമൊക്കെ ശേഷം താങ്കൾക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ 3 കാര്യങ്ങളിലാണ് എനിക്ക് അറിയാൻ താല്പര്യമുള്ളത്. ഒന്ന്, ഡോക്ടർ ഹാരിസ്
നമ്മുടെ ആരോഗ്യമന്ത്രി മുൻപ് പറഞ്ഞതുപോലെ സത്യസന്ധനായ ഒരു വ്യക്തിയാണോ? 2, ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലം രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ചും ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുന്നതായിരുന്നില്ലേ? 3, ഈ മെഴ്സിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായതിൻ്റെ ഉത്തരവാദി ഡോക്ടർ ഹാരിസ് ആണോ? ഈ വിദഗ്ധ സമിതിയുടെ ഒക്കെ പരിശോധനയ്ക്ക് ശേഷം ഈ 3 ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമുണ്ടോ? ഞാൻ ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകാം. അതിനു മുൻപ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച UDF-ൻ്റെ പ്രതിനിധിക്കും അതുപോലെ തന്നെ മാഷിനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ ചുരുക്കം വാക്കുകളിൽ ഒരു മറുപടി പറയാൻ കൂടെ എന്നെ അനുവദിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആശുപത്രികളുടെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പോരായ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് എൻ്റെ മറുപടി, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ കടത്തിവെട്ടുന്നൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ മേഖലയിൽ കരൾമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന ഏക സംസ്ഥാനത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഏക സംസ്ഥാനം എന്ന് പറയുന്നത്, അങ്ങനെ നടക്കുന്ന ആശുപത്രികൾ കേരളത്തിൽ മാത്രമാണ് ഉള്ളത്. അതുമാത്രവുമല്ല, ജില്ലാ അടിസ്ഥാനത്തിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്ന ആശുപത്രി എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രികളിൽ അത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. താലൂക്ക് അടിസ്ഥാനത്തിൽ സൗജന്യമായി ഡയാലിസിസ് നൽകുന്ന ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നത് അത് കേരളത്തിലാണ്. ഇതിനെല്ലാം നിങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ ആകെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ കാണിക്കുന്ന വ്യഗ്രത എന്തിനാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എനിക്കും അറിയാം, ഈ പ്രേക്ഷകർക്ക് മുഴുവൻ പേർക്കും അറിയാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ തകർച്ചയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാരുണ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലൻറ്റ്, ആരോഗ്യ കിരണം പദ്ധതി എന്നിവയിലൂടെ കേരളത്തിൽ 331 കോടി രൂപയുടെ സൗജന്യ ചികിത്സ ആണ് ഇന്നിപ്പോൾ കേരളത്തിലെ ബെനിഫിഷ്യറീസിന്, രോഗികൾക്ക് നൽകിയിട്ടുള്ളത്. അത് ഈ ഗവൺമെൻറ് നൽകിയ കാര്യമാണ്. അവിടെയാണ് ചെറു ന്യൂനതകളെ പെരുപ്പിച്ച് കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1,69,568 പേർക്ക് 330 കോടി 95,87,298 രൂപയുടെ ചികിത്സ വളരെ കൃത്യമായി സൗജന്യമായി ആശ്രയിച്ച് വരുന്നവർക്ക് നൽകിയ ഒരു ആരോഗ്യ സിസ്റ്റമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. കാർഡിയോളജിക്ക് 98 കോടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് നൽകിയതാണ്. കാർഡിയോ തൊറാസിക്കിന് 13 കോടി രൂപ, ന്യൂറോ സർജറിക്ക് 15 കോടി 21 ലക്ഷം രൂപ, ജനറൽ സർജറിക്ക് 26 കോടി 45 ലക്ഷം രൂപ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിലയിൽ റേഡിയേഷൻ ഓങ്കോളജിക്ക് 1762 രോഗികൾക്ക് 4,59,792 രൂപ, കീമോ റേഡിയേഷന് 4,872 രോഗികൾക്ക്. ഇവിടുത്തെ നമ്മുടെ പ്രശ്നം അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച ഹാരിസിനോടുള്ള സർക്കാരിന്റെ സമീപനമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ആ 3 കാര്യങ്ങൾക്ക് മറുപടി പറയാം. പിന്നെ എനിക്ക് മാഷിനോട് അങ്ങേയറ്റത്തെ ബഹുമാനം അങ്ങയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അങ്ങയുടെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്നത് സാമൂഹിക നിരീക്ഷകൻ എന്നാണ്. അങ്ങ് ഈ സമൂഹത്തെ നിരീക്ഷിക്കുമ്പോൾ ഈ പക്ഷപാതപരമായ കണ്ണട ഒന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്ന് ഞാൻ വിനീതമായി എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് ഈ വിഷയത്തിൽ പെടാത്ത കണ്ണൂരിൽ ശ്രീ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അത്യന്തം ദുഃഖകരമായ മരണത്തെ വരെ ഇവിടെ പരാമർശിച്ചു. എന്തേ ഈ സമൂഹത്തെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന അങ്ങ് വയനാട് ഒരു വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരെഴുതി വെച്ചിട്ട് ഭിന്നശേഷിക്കാരനായ മകനെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത അത്യന്തം ദാരുണമായൊരു പ്രവൃത്തി ഉദാഹരണ പരാമർശത്തിൽ എന്തേ വന്നില്ല? അതാണ് താങ്കളെപ്പോലുള്ള ആളുകൾ ഈ സമൂഹത്തെ നിരീക്ഷിക്കുന്നത് അങ്ങേയറ്റം പക്ഷപാതപരമായ നിലപാടിലാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഞങ്ങൾക്കുള്ള റെലവൻസി, പ്രസക്തി എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, അങ്ങ് എന്നെ ഇവിടെ പരാമർശിച്ചത് കമ്മ്യൂണിസ്റ്റ് അടിമയെന്നാണ്. ഞാൻ ആ പരാമർശത്തെ, അങ്ങയെപ്പോലെ ലോകം കണ്ട ഈ നാട് അങ്ങേ ബഹുമാനിക്കുന്ന അങ്ങയുടെ പരാമർശത്തെ ഞാൻ അത്യധികം ബഹുമാനത്തോടുകൂടി ഏറ്റെടുക്കുകയാണ്. ഞാൻ അങ്ങനെയുള്ള പരാമർശം കമ്മ്യൂണിസ്റ്റ് അടിമയെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ പരാമർശത്തിന് തീർത്തും യോഗ്യനാണ് എന്നാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്. പക്ഷേ അങ്ങയെപ്പോലെ പക്ഷപാതപരമായി സമൂഹത്തെ നോക്കിക്കാണാനും ഈ സമൂഹത്തിൽ ദുഷ്പ്രചരണം നടത്താനും ഞാൻ ഒരിക്കലും ഇറങ്ങിത്തിരിക്കില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യങ്ങളിലേക്ക്
ചോദ്യത്തിനുള്ള മറുപടി. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡോക്ടർ കുറ്റക്കാരനാണോ? അല്ലല്ല, അദ്ദേഹം സത്യസന്ധനാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹം സത്യസന്ധനാണ്. അദ്ദേഹത്തിന്റെ ഡോക്ടർ എന്നുള്ള അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തികളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിന് അഡീഷണലായി ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഡിസിപ്ലിനറി ലാപ്സ് അത് ഇല്ലാതാകുമോ? ശരി, അല്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലമുള്ള മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, സത്യമായിരുന്നു? നിങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയോ? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ പറഞ്ഞു, ഉപകരണങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ നിഗമനത്തിലും വ്യാഖ്യാനത്തിലും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ വിമാനത്തിൽ എങ്ങനെയാ സാർ എത്തിയത് ഈ ഉപകരണങ്ങൾ? വിമാനത്തിൽ ഉപകരണങ്ങൾ എത്തി ശസ്ത്രക്രിയ നടന്നത് എങ്ങനെയാണ്? കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അവിടെ അന്ന് പ്രോബ് മെഷീൻ അദ്ദേഹത്തിന്റെ യൂണിറ്റിലായിരുന്നു, തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുന്നതിന് മുമ്പേ അതൊന്ന് പരിശോധിക്കുകയും അത് അവിടെ ചെന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ ആ മെഷീൻ തന്റെ യൂണിറ്റിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് നടത്തുകയോ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാതായതിൽ അദ്ദേഹമാണോ കുറ്റക്കാരൻ? ആ വീഴ്ച കമ്മീഷൻ ചൂണ്ടിക്കാണിക്കട്ടെ. മൂന്നാമത് താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ആ ഉപകരണം കാണാതായതിൽ അദ്ദേഹമാണോ ഉത്തരവാദി? അല്ല, തീർച്ചയായും അത് പരിശോധിക്കപ്പെടണ്ടേ. ഉത്തരവാദി അങ്ങനെ ഒരു ഉപകരണം ഇപ്പം നിങ്ങൾ 24 തന്നെ റിപ്പോർട്ട് ചെയ്തു, അങ്ങനെ ഒരു ഉപകരണം അവിടെ കാണാതായിട്ടില്ല എന്നുള്ള നിലയിൽ ഒരു വാർത്ത കൂടെ നേരത്തെ സംപ്രേഷണം ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതാണെങ്കിൽ അത് ശരിയാണെങ്കിൽ അതിനോടൊപ്പം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപകരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആര്, അത് കണ്ടുപിടിക്കേണ്ട ചുമതല നമുക്കില്ലേ? അപ്പോൾ തീർച്ചയായും ലോകത്തിനും ഇന്ത്യക്കും തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ കാര്യത്തിൽ അതാണ് നിങ്ങൾ പ്രധാനമായും മൂന്ന് വിഷയങ്ങൾ. ശരി, ഞാനൊരു ചെറിയ എടുക്കുന്ന ശ്രീ സുരേഷ് കുമാർ, സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ്. ശരി മാഷെ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പക്ഷപാതപരമായ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു കണ്ണടയാണ് മാഷിനുള്ളതെന്നും അത് മാറ്റണമെന്നും സുരേഷ് കുമാറിന്റെ ഒരു പ്രതികരണം താങ്കൾ കേട്ടല്ലോ. അതിനുള്ളൊരു ചെറിയ മറുപടി, അതിനുള്ള സമയമേ ഉള്ളൂ. ഒന്നുമില്ല ഗോപി, എന്താ വെച്ചാലേ UDF ഭരിക്കുന്ന കാലത്ത് സാധാരണഗതിയിൽ നമ്മൾ വിമർശിക്കുന്ന ആരെയാണ്? പക്ഷത്തെയാണ് നമ്മൾ വിമർശിക്കുക, ഭരണകൂടത്തെയാണ് വിമർശിക്കുക. അപ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് ഇത്തരം അനവധി കാര്യങ്ങളിൽ എത്രയെങ്കിലും പ്രതികരണവും പ്രതിഷേധവും നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. അത് ശ്രീ സുരേഷ് കുമാർ അത് കണ്ടിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഇനിയിപ്പോൾ വേറൊരു അവസരം വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ തുറന്ന മനസ്സുണ്ടെങ്കിൽ മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. വരാനും മറുപടി ഒന്നും പറയാനില്ല. ശരി, ഏതായാലും വിഷയം ഡോക്ടർ ഹാരിസിനെ കുറിച്ചാണ്. ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ ഒരു സിസ്റ്റം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഡോക്ടർ ഹാരിസിനെ കാത്തിരിക്കുന്ന വിധി എന്തായിരിക്കും? ഡോക്ടർ ഹാരിസിനെ കഫീൽ ഖാനുമായി താരതമ്യം ചെയ്യുന്നതിൽ അസ്വസ്ഥതപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ അങ്ങനെയല്ല ഡോക്ടർ ഹാരിസിനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യുകയെന്ന് ബോധ്യപ്പെടുത്തേണ്ടത്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ്. പ്രശ്നങ്ങളുള്ളത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നവരെ മാനിക്കാൻ പഠിക്കുന്ന ഒരു സമൂഹമായി ആ ഭരണകൂടവും നമുക്കുണ്ടാകട്ടെ. അങ്ങനെ മാറുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.